بسم الله الرحمن الرحيم. إلى حضرة النبي المصطفى والحبيب المجتبى والرسول المقتفى سيدنا ومولانا محمد صلى الله عليه وسلم، وإلى حضرة شيخنا وغوثنا وسندنا وملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي جادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാ കാലഘട്ടങ്ങളിലും മുത്ത് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലായി, നമ്മളുടെ തങ്ങളുപ്പാപ്പാന്റെ ഖദമിലായി, ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിലായി യഖീനോടുകൂടെ മഹബ്ബത്തോടുകൂടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥന, റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. റബ്ബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ നൂറിനെ നീ പൂർത്തീകരിച്ചു തരികയും പുറത്തു തരികയും ചെയ്യണേ. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ നൂറിനു വേണ്ടിയുള്ള തേട്ടം, നൂറിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള യാചന എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കാരണം ആ നൂറിന്റെ പ്രഭവം മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പയാണ്. കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദം ബിഅൽഫി ആം. മഖൂസ് മൗലൂദിലെ എല്ലാവർക്കും മനപ്പാടമുള്ള ഒരു ഭാഗമാണ്. കുന്തു നൂറൻ, നൂറായിരുന്നു ഞാൻ. മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുപ്പാപ്പ പറഞ്ഞ, മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ആ സംഭവം, ആദിമകാലത്തിന്റെ ആ നൂറിന്റെ പ്രഭവത്തെക്കുറിച്ച് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ സവിധത്തിൽ ഞാൻ നൂറായിട്ടുണ്ടായിരുന്നു. ഖബ്ല അൻ യഖ്ലുഖ ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ്, ബി അൽഫി ആമിൻ, 2000 വർഷങ്ങൾക്ക്. ഒരു വർഷത്തെ സൂചിപ്പിച്ച് ഒരു ദീർഘമായ ഒരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. യുസബ്ബിഹുല്ലാഹ ദാലികൻ നൂർ. അല്ലാഹുവിനെ ആ നൂറ് പ്രകീർത്തിച്ചുകൊണ്ട്
നിലകൊണ്ടു എന്ന് പറയുന്ന ആ നൂറിന്റെ യാത്ര, ഫലമ്മ ആ നൂറിന്റെ യാത്രയെക്കുറിച്ച് മങ്കൂസ് മൗലൂദിൽ തന്നെ പറയുന്നതൊന്ന് നോക്കൂ. ഫലമ്മ ഖലഖല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടച്ചപ്പോ അൽഖാ ദാലികൻ നൂറ ഫീ തീനതിഹി, ആ മണ്ണിലേക്ക് ചേർത്തി വെച്ചത് ആ പരിശുദ്ധമായ നൂറിനെയാണ് അതിൽ നിക്ഷേപിച്ചത്. ഫഹബ്ബതനി അല്ലാഹു ഫീ സുൽബി ആദം, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ നൂറിന്റെ പ്രഭവം, അതിന്റെ യാത്രയെ കുറിച്ചിട്ടുള്ള വിവരണമാണ് മങ്കൂസ് മൗലൂദിൽ പറയുന്നത്. ഫഅഹ്ബതനി അല്ലാഹു, അല്ലാഹു എന്നെ ഇറക്കി. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇറക്കി ഫീ സുൽബി ആദം, ആദമിന്റെ മുതുകിലൂടെ അലൈഹിസ്സലാമിലൽ അർളി, ഭൂമിയിലേക്ക്. അങ്ങനെ ഭൂമിയിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൂറായി ഉദിച്ചു. വജഅലനി ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ കപ്പലും കടന്നുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് യാത്ര ചെയ്തു. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദിഫ ബിഹി ബിന്നാർ, അഗ്നിയിലേക്ക് എറിയപ്പെട്ട സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിലും ആ നൂറ് നിക്ഷേപിക്കപ്പെട്ടു. അങ്ങനെ ആ യാത്ര തുടർന്നു. വലം യസൽ യൻഖുലുനി റബ്ബി മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറ ഇലൽ അർഹാമിസ് സകിയ്യത്തി ത്വാഹിറ, അങ്ങനെ ആ സഞ്ചാരം എന്നെക്കൊണ്ട് അല്ലാഹു നടത്തിയത് ഏറ്റവും തറവാടുള്ള, മഹിമയുള്ള, കുലീനതയുള്ള ആണുങ്ങളുടെ മുതുകുകളിലൂടെ ഇലൽ അർഹാമിസ് സകിയ്യത്തി ത്വാഹിറ, പരിശുദ്ധവതികളായ സ്ത്രീകളുടെ, കുലീനമായ സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് യാത്ര ചെയ്ത് ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ, അങ്ങനെ ആമിന ബീവിയുടെയും അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെയും അതിലൂടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലാഹിറൻ ഉദയം ചെയ്യുകയാണ്. ഈ ഒരു യാത്ര, ആ ഒരു യാത്ര ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂലോകത്തേക്ക് വരുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊടുത്തു. സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളുടെ കാലഘട്ടത്തിലാണ് വരുന്നതെങ്കിൽ അവരെ റസൂലായി അംഗീകരിച്ച് അവരുടെ ഉമ്മത്തിയായി നിലകൊള്ളണമെന്ന കരാറ് കാലഘട്ടങ്ങളിൽ എല്ലാ നബിമാർക്കും കരാറ് കൊടുക്കുകയുണ്ട്. അതുമാത്രമല്ല, അവർക്ക് വിളംബരം ചെയ്യേണ്ടി വന്നിരുന്നു. ഇങ്ങനെ ഒരു നൂറ് ലാഹിറൻ ഉദിച്ചു വരാനിരിക്കുന്നുണ്ട് എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവരുടെ ഉമ്മത്തിന് ഓരോ നബിമാരും വിളംബരം ചെയ്തുകൊണ്ട്
ലോകത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യക്ഷപ്പെടും എന്നുള്ളതിൽ, ലാഹിറൻ പ്രത്യക്ഷപ്പെടും എന്നുള്ളതിന് എല്ലാ ആരവങ്ങളോടുകൂടെയും എല്ലാ വിളംബരങ്ങളോടുകൂടെയും എല്ലാ പരസ്യങ്ങളോടുകൂടെയുമാണ് ലോകത്തേക്ക് പിറവിയെടുത്തത്. അതിന്റെ സഞ്ചാരം, ആ നൂറിന്റെ സഞ്ചാരം, അത് അങ്ങനെ തുടർന്നു പോകുന്നു. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഈ നൂറിന് വേണ്ടിയാണ് തേടുന്നത്. റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ. കാലാകാലഘട്ടങ്ങളിലൂടെ ലാഹിറൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്തത് വരെ, അതിനുശേഷം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ യാത്രയുടെ ഒരു ചാക്രികമായിട്ടുള്ള ചക്രം പോലെ കറങ്ങുന്ന ആ യാത്രയിൽ, ആ നൂറിന്റെ യാത്രയിൽ നമ്മളും ചേർന്നു പോകാൻ നമ്മൾ ദുആ ചെയ്യുന്നു. റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ. ആ നൂറിനെ പൂർത്തീകരിച്ചു തരണേ നാഥ. വഗ്ഫിർ ലനാ, പുറത്തു തരണേ. യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ യൗമ ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. യൗമ തറൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾ കാണും. യൗമ തറ, അങ്ങ് കാണും. അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ. വൽ മുഅ്മിനാതി, മുഅ്മിനാത്തുകളെയും കാണും. യസ്ആ നൂറുഹും, അവരുടെ നൂറ് ഉളരുന്നു, ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്നു. ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും അവരുടെ വലതുവശത്തുകൂടെയും. അങ്ങനെ ആ പൂർത്തീകരണത്തിന്റെ നൂറ് ആ ദിവസത്തിൽ മുനാഫിഖീങ്ങൾ പറയും, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു. മുനാഫിഖീങ്ങൾ കപടന്മാരായ ആണുങ്ങളും, വൽ മുനാഫിഖാതു, കപടന്മാരായ പെണ്ണുങ്ങളും പറയും, ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളോട് പറയും, ഉൻദുറൂന, ഒന്ന് നോക്കിയിട്ട്, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ നൂറ് ഞങ്ങളൊന്ന് എടുക്കട്ടെ. അപ്പൊ അവിടെ നിന്ന് മറുപടി കിട്ടുന്നത്, ഇർജിഉ വറാഅക്കും, നിങ്ങൾ പോയിക്കോളൂ. ഫൽതമിസു നൂറാ, ഫൽതമിസു നൂറാ, നൂറ് നിങ്ങൾ അന്വേഷിച്ചോളൂ. നൂറിനെ അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിക്കാതിരിക്കുകയും അതിനെ അവഗണിക്കുകയും അതിനോട് കാപട്യത്തോടുകൂടെ പെരുമാറുകയും ചെയ്തതിന്റെ ദുരന്തഫലമെന്നോണം അവരെ യാചിക്കേണ്ടി വരുന്നു മുഅ്മിനീങ്ങളോട്. നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ നൂറ് ഒന്ന് ഞങ്ങൾക്ക് തരുമോ? അപ്പൊ കൊടുക്കൂല, കിട്ടൂല. അവിടെ മറ വീഴുകയാണ്. ബാബുൻ ബാത്തിനുഹു ഫീഹിർ റഹ്മ വലാഹിറുഹു മിൻ ഖിബലിഹിൽ അദാബ്. പ്രത്യക്ഷത്തിൽ അത്, ഉള്ളിലത് അനുഗ്രഹമാണെങ്കിലും പ്രത്യക്ഷത്തിൽ അത് ഒരു അദാബാണ് എന്ന് പറയുന്ന. യുനാദൂനഹും അലം നകും മഅകും, അങ്ങനെ അവര് പറയുന്ന സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. ആ നൂറിനു വേണ്ടി യാചിക്കുന്നവർ, കപടന്മാരായിട്ടുള്ള ആളുകൾ,
ആദം നബിയുടെ മുതുകിലൂടെ പ്രവഹിച്ച് യാത്ര ചെയ്ത് തുടങ്ങിയ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, കണക്കില്ലാത്ത വർഷങ്ങൾക്ക് മുമ്പ് പ്രവഹിച്ച ആ നൂറ് ഉദയം ചെയ്തിട്ട് അതിന്റെ പ്രയാണം പിന്നെയും തുടർന്നു പോയപ്പോ അവരുടെ മുന്നിലേക്ക് ആ നൂറ് വന്നപ്പോ അതിനെ അവഗണിച്ചു പോയതിന്റെ പേരിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന ഒരു രംഗം. ആ ഒരു ഖേദമില്ലാത്ത വിധം നമ്മളെപ്പോഴും ആ നൂറിന് വേണ്ടി, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു യാചനയാണ്. അതിലെ ഒരു കണ്ണിയായി അതിന്റെ കൂടെ ചേർന്ന് അതിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നമ്മളുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ കദമിലായി ആ നൂറിന്റെ കൂടെ യാത്ര ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്തു അരുളുമാറാവട്ടെ. അതിനെ അവഗണിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കാപട്യ സമീപനം സ്വീകരിക്കുന്ന ഒരു അവസരമില്ലാതെ കലിമത്ത് തൗഹീദാകുന്ന കാമിലായ ആ ദിക്റിന്റെ വഴിയിൽ കരുത്തുറ്റ രീതിയിൽ നമ്മളുടെ ശൈഖ് തങ്ങളോടൊപ്പം ആ നൂറിന്റെ കൂടെ യാത്ര ചെയ്ത് അതിലൊരു കണ്ണിയായി ചേരാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രാർത്ഥന പ്രസക്തമാകുന്നത്. റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ. റബ്ബേ, ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണേ. അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യണേ എന്ന്. അതിന്റെ കണ്ണിയിലായിട്ട് നമ്മൾക്ക് ചേരാൻ ഉള്ള അവസരങ്ങൾ ഇന്നുമുണ്ട്. ആ അവസരത്തിലേക്ക് നമ്മൾ കയറി ചെല്ലാൻ സന്നദ്ധത കാണിക്കുകയും അതിൽ ചേർന്ന് ഈ ലോകത്തുനിന്ന് വിട പറയും വരെ അതിന്റെ കൂടെ അടിയുറച്ച് നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലാഹിറിനെ തന്നെ മനസ്സിലാക്കാനും അതിന്റെ പൊരുളിനെ മനസ്സിലാക്കാനും സാധിക്കുകയില്ല. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാത്തിനായ വശം അത് പറയാൻ കാരണം ജഅല മൗലിദ് മുഹമ്മദ് മൗലിദിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കുമുള്ള സവിശേഷതകൾ എണ്ണി പറയുന്നുണ്ട്. ആ സവിശേഷതകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പോയിന്റും, ശരീരത്തിലെ ഓരോ പോയിന്റും, ഭൗതികമായിട്ടുള്ള ആ ശരീരത്തിലെ പരിശുദ്ധമായ ആ മേനിയിൽ ഉള്ള ഓരോന്നിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് എന്നറിയുമ്പോൾ അതിൻ്റെ ഉള്ളറകളിൽ എന്താണുള്ളത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ, ബഹർ പോലെ കിടക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അന്നഹു ലം തഖദില്ലുഹു അലൽ അർളി, ഭൂമിയിൽ നിഴല് പതിച്ചിട്ടില്ല. ലിഅന്നഹു കാന നൂറൻ ലാഹിറൻ വബാത്തിനൻ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യക്ഷമായും പരോക്ഷമായും പ്രകാശത്താൽ ഉള്ളതായിരുന്നു. അമ്മാ മുഅ്ജിസത്തു റഅ്സിഹി, മുത്ത് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ ശിരസിന്റെ മുഅ്ജിസത്ത്,
കാന സഹാബ് യുളല്ലിലുഹു, മേഘങ്ങൾ ആ തലക്കുമീതെ നിഴലിട്ട് തണലിട്ട് കൊടുക്കുമായിരുന്നു. വമുഅ്ജിസത്തു ഐനൈഹി, രണ്ടു കണ്ണിന്റെ മുഅ്ജിസത്ത്, യറാമൻ ഖൽഫഹു കമാ യറാമൻ ഖുദ്ദാമഹു, മുന്നിലുള്ളവരെ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ തിരിഞ്ഞു നോക്കാതെ തന്നെ ബാക്കിലുള്ളവരെയും കാണാൻ ആ കണ്ണുകൊണ്ട് കഴിയുമായിരുന്നു. അവിടുത്തെ മൂക്കിന്റെ പ്രത്യേകത, കാന യശുമ്മു റായിഹത ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മണം പിടിക്കാൻ സാധിക്കുമായിരുന്നു. ഇദം ഫസല മിനസ് സമായി, ആകാശത്ത് നിന്ന് ഇറങ്ങുമ്പോ, ലിനുസൂലിൽ വഹി, വഹയിന് വേണ്ടി വരുന്ന ആ സമയത്ത് ജിബ്രീലിന്റെ മണം കിട്ടുമായിരുന്നു. അങ്ങനെ ഓരോ അവയവങ്ങൾ, ഓരോ പോയിന്റുകളും വിശദീകരിക്കുന്നുണ്ട് ഇതിൽ. അതിനുള്ള സമയമല്ല. ഏതായാലും ഈ ഒരു സമയത്ത്, പരിശുദ്ധമായ റബീഇന്റെ വസന്തം നിറഞ്ഞ ഈ സമയത്ത്, അഹ്യാ റബീഅൽ ഖൽബി ഷഹ്റുൽ മൗലിദി, അഹ്യാ റബീഅൽ ഖൽബി, ഹൃദയത്തിന്റെ വസന്തത്തെ ഉണർത്തി, ഷഹ്റുൽ മൗലിദി, മൗലിദിന്റെ മാസം. മൗലിദിന്റെ മാസം ഉണർത്തുന്നത് ഹൃദയത്തിന്റെ വസന്തത്തെയാണ്. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ മാസം, ജനനത്തിന്റെ തിരുപ്പിറവിയുടെ മാസം. ആ മാസത്തില് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ ഓരോ അവയവങ്ങളുടെയും സവിശേഷതയെങ്കിലും മനസ്സിലാക്കാം. വമുഅ്ജിസത്തു ശഫതിഹി, അവിടുത്തെ ചുണ്ടിന്റെ പ്രത്യേകത, കുല്ലമാ തഹറകത് ബിദ്ദുആഇ, അവിടുന്ന് ദുആ കൊണ്ട് മൊഴിയുമ്പോ, അധരങ്ങൾ മൊഴിയുമ്പോ, തഹറകത് കുർസുശംസി, സൂര്യഗോളം അതിന് ചലനമുണ്ടാകും. വമുഅ്ജിസത്തു സിന്നിഹി, അവിടുത്തെ പല്ലിന്റെ മുഅ്ജിസത്ത്, അളാഅത് കശുആഇൽ ലൗഇ, അത് പ്രകാശം വിടർത്തും. ഹത്താ വുജിദത്തിൽ ഇബ്റത്തു, ഇരുട്ടില് വീണ് കിടക്കുന്ന സൂചി വരെ എടുക്കാൻ പാകമായ വെളിച്ചം അവിടെ ഉണ്ടാകും വിധത്തിലുള്ള പ്രകാശം അവിടുത്തെ പല്ലിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു. വമുഅ്ജിസത്തു ലിസാനിഹി, അവിടുത്തെ നാവിന്റെ പ്രത്യേകത, അന്നഹു ഖാല ലില്ലബ്ബി, ഉടുമ്പിനോട് പറഞ്ഞു അവിടുന്ന്, മൻ അന, ഞാൻ ആരാണെന്നുള്ള ചോദ്യം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ, ഖാല അൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് റസൂലാണെന്ന് ഉടുമ്പ് മൊഴിയുകയുണ്ടായി, പറയുകയുണ്ടായി. വമുഅ്ജിസത്തു ഉദ്നൈഹി, അവിടുത്തെ ചെവിയുടെ പ്രത്യേകത, അന്നഹു കാന യസ്മഉ മിനൽ ബഈദി കമാ യസ്മഉ മിനൽ ഖരീബി, കണ്ണിന്റെ പ്രത്യേകത പറഞ്ഞു, മുന്നിൽ നിന്ന് കാണുന്നത് പോലെ തന്നെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കാതെ കാണാൻ കഴിയുമായിരുന്നു. ചെവിയുടെ പ്രത്യേകത, അടുത്ത് നിന്ന് കേൾക്കാവുന്നതുപോലെ ദൂരെയുള്ളതും കേൾക്കാൻ കഴിയുമായിരുന്നു. വയസ്മഉ വഹുവ നായിമുൻ കമാ യസ്മഉ വഹുവ യഖ്ലാൻ, ഉറങ്ങിക്കിടക്കെ ഉണർന്നിരിക്കുമ്പോൾ കേൾക്കുന്നത് പോലെ ഉറങ്ങിക്കിടക്കുമ്പോഴും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. ഹൈസു ഖാല ലിൽ അബ്ബാസ്, ഐന അദ്ദഹബു അല്ലദീ റഫഅതഹു ഇലാ ഉമ്മിൽ ഫളൽ, മുത്ത് റസൂലുള്ളാഹി ഉറങ്ങിക്കിടക്കുമ്പോ സ്വർണം ഉമ്മുൽ ഫളിന് കൊണ്ടുകൊടുത്ത അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്
ചോദിക്കുകയുണ്ടായി, എവിടെയാണ് ആ സ്വർണം എവിടെ എന്നുള്ളത്. വമുഅ്ജിസത്തു ലഹ്രിഹി, അവിടുത്തെ മുതുകിന്റെ സവിശേഷത, മുഅ്ജിസത്ത് കാന ഖത്മുൻ നുബുവത്തി കബൈളത്തിൽ ഹമാമത്തി, മാടപ്രാവിന്റെ മുട്ട പോലെ നുബുവത്തിന്റെ സീല് അവിടുത്തെ മുതുകിൽ മക്തൂബുൻ പതിഞ്ഞെഴുതപ്പെട്ടിരുന്നു, മുഹമ്മദുൻ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതിയ ഒരു നുബുവത്തിന്റെ സീല് അവിടുത്തെ പരിശുദ്ധമായ മുതുകിലുണ്ടായിരുന്നു. വമുഅ്ജിസത്തു സ്വദ്രിഹി, അവിടുത്തെ നെഞ്ചിന്റെ പ്രത്യേകത, മുഅ്ജിസത്ത് ഹീന റജഅ ലൈലത്തൽ ജിന്നി, ജിന്നുകളുമായി സംസാരിച്ച രാത്രിയിൽ മടങ്ങിയപ്പോ, വകാനത്ത് ലൈലത്തൻ മുസ്ലിമത്തൻ, ഒരു രാത്രിയിൽ മുത്ത് റസൂലുള്ള ജിന്നുകളുമായി സംസാരിക്കാൻ പോയ ഒരു അവസരം പറയുന്നുണ്ട്. അത് ഇരുട്ടുള്ള രാത്രിയായിരുന്നു. കൂടെയുണ്ടായിരുന്നത് ഇബ്നു മസ്ഊദ് ആയിരുന്നു. ഇരുട്ടുള്ള ആ രാത്രിയിൽ തന്റെ നെഞ്ചിലുള്ള തട്ടം മാറ്റിയപ്പോ ഇബ്നു മസ്ഊദിന് വെളിച്ചമുണ്ടായി. കൽ ഖമരി ലൈലത്തൽ ബദരി, പൂർണ്ണ ചന്ദ്രരാവിൽ ഉദിക്കുന്ന ആ ഉദയത്തിലുണ്ടാകുന്ന വെളിച്ചം പോലെ ഇബ്നു മസ്ഊദിന് പ്രകാശം ഉണ്ടാവുകയുണ്ടായി, കാണാനിടയാവുകയുണ്ടായി. വമുഅ്ജിസത്തു യദിഹി, മുത്തറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരം ഹൈസു റമാ മിനത് തുറാബി, മണ്ണെടുത്ത് എറിയുകയുണ്ടായി ആ കൈകളെ കൊണ്ട്. ഫഖാല ഷാഹത്തിൽ വുജൂഹ് എന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞപ്പോ ഫഅഅമ അബ്സാറഹും, ശത്രുക്കളുടെ കണ്ണുകളൊക്കെ അന്ധമായി പോവുകയുണ്ടായി, കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഫൻഹസമ 12,000 റജുലിൻ മിനൽ കുഫാരി യൗമ ബദർ, ബദറിന്റെ ആ പോർക്കളത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കൈകളെ കൊണ്ട് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോ അവരുടെ കണ്ണുകൾ അന്ധമാവുകയും അങ്ങനെ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. വമുഅ്ജിസത്തു ബത്നിഹി, അവിടുത്തെ പരിശുദ്ധമായ വയറ് തബ്ലുഗുൽ അർളു ബൗലഹു വഗായിതഹു, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്രവും അതുപോലെ മറയിരിക്കുന്നതും ഒക്കെ ഭൂമി വിഴുങ്ങുമായിരുന്നു. വമുഅ്ജിസത്തു റിജ്ലൈഹി, അവിടുത്തെ 2 കാലുകളുടെ സവിശേഷത കാന ഖായിമൻ അലാ ജബലി സബീർ ഔ ഹിറാ, ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു നിൽക്കുകയായിരുന്നു. സബീർ പർവ്വതമാണോ ഹിറാ പർവ്വതമാണോ, ഏതോ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഫതഹറക, ആ പർവ്വതം ചലിച്ചു. ഫഖാല, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്കുൻ ഫസകന, അടങ്ങാൻ പറഞ്ഞു. ഫസകന, അപ്പോ അടങ്ങി. വമുഅ്ജിസത്തു അസ്വാബിഇഹി, അവിടുത്തെ വിരലുകളുടെ സവിശേഷത അശാറ ഇലൽ ഖമരി ലൈലത്തൽ ബദരി, പൂർണ്ണചന്ദ്രരാവിൽ ചന്ദ്രനിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഫൻഷഖ, ആ വിരലുകളെ കൊണ്ട് ചൂണ്ടിയപ്പോ ഫൻഷഖ നിസ്ഫൈനി, 2 പിളർപ്പായി മാറി. ഫദഹബ നിസ്ഫഹു ഇലാ യമീനി ഹിറാ, ഹിറാ പർവ്വതത്തിന്റെ വലതിലേക്ക് ഒരു ഭാഗവും, വനിസ്ഫഹു ഇലാ ശിമാലിഹി, ഇടത് ഭാഗത്തേക്ക് മറു കഷ്ണവും 2 കഷ്ണങ്ങളായി മാറി നിന്നു. വമുഅ്ജിസത്തു ശഅരിഹി, അവിടുത്തെ മുടിയുടെ സവിശേഷത ഇദാ തനാസറ, അത് അടർന്നു വീണ് കഴിഞ്ഞാൽ
ഫാഹൽ മിസ്കു വൽ അംബറു, മിസ്കും അംബറും കസ്തൂരിയുടെ സുഗന്ധം അത് അടിച്ചു വീശുമായിരുന്നു. മിൻ ശഅരിഹി, അവിടുത്തെ മുടിയിൽ നിന്ന്. വമുഅ്ജിസതു ജിൽദിഹി, അവിടുത്തെ രോമം, അവിടുത്തെ തൊലി. യുഖദുൽ അർഖു മിൻ ജബീനിഹി, അവിടുത്തെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പെടുത്തു കഴിഞ്ഞാൽ ഫയസീറു വർദൻ, അത് നല്ല സുഗന്ധമായി മാറും, പനനീറിന്റെ സുഗന്ധം. വമുഅ്ജിസതു ളുഫ്രിഹി, അവിടുത്തെ നഖത്തിന്റെ സവിശേഷത. അഖദത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി, മിൻ അൽഫാരിഹ, നഖത്തിൽ നിന്ന് എടുത്തിട്ട് അത് തന്റെ വസ്ത്രത്തിൽ തുന്നിച്ചേർത്തു. ഫസാറത്ത് ലുഅതൻ, അപ്പത് മുത്തുപോലെ തിളങ്ങുന്നതായി അവിടുത്തെ നഖം. ഫഖാല ലഹാ മിൻ ഐന ലകി ഹാദാ, ആയിഷ റളിയല്ലാഹു അൻഹയോട് മുത്ത് റസൂലുള്ളാഹി ചോദിച്ചു, എവിടുന്ന് ഇത് കിട്ടി? ഫഖാലത് മിൻ അൽഫാരിക, അങ്ങയുടെ നഖത്തിൽ നിന്ന് ലഭിച്ചതാണ്. ഫതബസ്സമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അപ്പോ പുഞ്ചിരിച്ചു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, അമാ അലിംതി, നിനക്കറിയില്ലേ? അന്ന നഫ്സി കുല്ലഹാ ദുർറത്തുൻ വലുഅത്തുൻ, എന്റെ ശരീരത്തിലുള്ളതെല്ലാം മുത്തും പവിഴവുമാണ് എന്നുള്ളത് നിനക്കറിയില്ലേ? അപ്പൊ അവിടുത്തെ ശരീരത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ബാക്കിയുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മൾ ഊഹിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ ചേർന്ന് ജീവിച്ച് മുന്നേറാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ നൂറിന്റെ യാത്രയിലെ ഒരു കണ്ണിയായി നിലനിന്ന് കിട്ടാൻ റബ്ബനാ അത്മിം ലനാ നൂറനാ വഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങൾക്ക് നീ നൂറ് പൂർത്തിയാക്കി തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ അല്ലാ. അതിലൊരു കണ്ണിയായി ചേർന്ന് ആ യാത്ര നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചോൽപത്തിയിൽ നിന്ന് തുടങ്ങിയ യാത്ര അത് അപങ്കുരം അനവരതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിലെ ആ പ്രകാശത്തിന്റെ നൂറിന്റെ യാത്രയിലെ ഒരു കണ്ണിയായി ചേർന്ന് നിലയുറപ്പിക്കാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാവണം, നിലനിൽക്കണം. ഒരിക്കലും നമുക്ക് പറയേണ്ടി വരുത് യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, മുനാഫിഖീങ്ങൾ പറയും ലില്ലദീന ആമനു, വിശ്വാസികളോട് ഉൻദുർനാ ഉൻദുറു നഖ്തബിസ് മിൻ നൂരിക്കും, ഒന്ന് ഞങ്ങളെ നോക്കിയിട്ട് നിങ്ങളുടെ നൂറൊന്ന് തരുമോ എന്ന് ചോദിക്കേണ്ട അവസരമുണ്ടാവരുത്. ഖീലർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ, നിങ്ങൾ നൂറ് തേടിപ്പോയിക്കോ. നൂറ് തേടേണ്ട സാഹചര്യം ഉണ്ടായപ്പോ നിങ്ങൾ അതിനെ കപടമായി നേരിട്ടവരല്ലേ എന്ന് പറഞ്ഞ് അവഗണിച്ച് മറവീഴുന്ന ഒരു സാഹചര്യം അതില്ലാതെ യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, ആ നൂറുമായി ദ്രുതഗതിയിൽ ഉളരുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളിൽ ഉൾപ്പെട്ട് നമ്മളുടെ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാനോടൊപ്പം കലിമത്ത് തൗഹീദിന്റെ കാമിലായ ദിക്റിന്റെ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിലായി എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി നിലനിർത്തി
യഖീനോടുകൂടെ മഹബ്ബത്തോടുകൂടെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.